ഹായ്, ഞാൻ ഷീമ. അപ്പോൾ ഇന്ന് സ്കോട്ട്ലൻഡിൻ്റെ ഒരു പ്രൊജക്റ്റ് വർക്കാണ് കേട്ടോ. ഇന്നലെ ചെയ്യാനുണ്ടായതാണ് സൺഡേ ഈവനിങ്. അപ്പോൾ അവൻ ചെയ്തിട്ട് തീർന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചറുകളൊക്കെ ഞാൻ ആദ്യം കാണുന്ന എൻ്റെ കുഞ്ഞിലെ അപ്പച്ചൻ ഇങ്ങനെ ഓരോ പ്ലാനുകൾ ഇങ്ങനെ ബട്ടർ പേപ്പറിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അത് വൈകുന്നേരം വന്നിട്ട് നമ്മൾ തുറന്നു നോക്കി അതെന്താണ് ഏതാണെന്നൊക്കെ. അന്ന് നമ്മൾ ഇതേപോലെ സ്കെച്ചുകളൊന്നും, വീടിൻ്റെ സ്കെച്ചുകളൊന്നും കാണുന്നില്ല. വലിയ വലിയ സ്കെച്ചുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ആ ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ എങ്കിലും ആ ഒരു എൻജിനീയറിൻ്റെ ഒരു കലാവിരുദ്ധനിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര ഒരു വലിയൊരു ബിൽഡിങ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അവനെ കൊണ്ടാവുന്നില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ട്, അവൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ പൊട്ടിയെന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ് അവൻ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു തന്നത്. അങ്ങനെ ഞാനതിരുന്ന് എല്ലാം ഡീറ്റെയിൽ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് വരച്ചെടുത്തു. അവൻ ഔട്ട്ലൈൻ ഇട്ട് തന്നു. പിന്നെ ഞാൻ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വരച്ചെടുക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, മിസ്സിന് ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് ഇന്ന് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. വൈകുന്നേരം വരുമ്പോൾ കാണാം എന്താണ് എനിക്ക് കൊണ്ടുവരണേന്ന് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ വീഡിയോ ഇട്ടോളാം. അപ്പോൾ കുട്ടികളുടെ സന്തോഷമുണ്ട്, അവർക്കും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷവും. അപ്പം ഇതൊക്കെ അവൻ തന്നെ ചെയ്തെടുത്താണ്. ഡോൺ ബോസ്കോൻ്റെ പിക്ചറൊക്കെ അവൻ ചെയ്ത കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയത് ഈ ഷൂ ഒക്കെ പെയിൻറ്റ് ചെയ്യാനാണ്. ഞാൻ അതിലങ്ങോട്ട് എന്താ പറയുക, എൻ്റെ കലാവിരുദ്ധ ഞാൻ അങ്ങോട്ട് പ്രകടിപ്പിച്ച്. എനിക്കിങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഞാൻ ഇങ്ങനെ എളുപ്പത്തിൽ കാര്യം ചെയ്യില്ല, കുറച്ചും കൂടി ബുദ്ധിമുട്ടേ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്രാവശ്യം പനി വന്നേ പിന്നെ ഭയങ്കര മടിയാണ്. അവൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ നല്ല മടിയാണ്, കാരണം നല്ല ക്ഷീണമുണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് പോലും ഇപ്പോഴും ശരിയായി കിട്ടിയിട്ടില്ല. പിന്നെ സൈഡിൽ കുറച്ച് ബുക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി കുറച്ചും കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. എങ്കിലും എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 12:15 മണിയൊക്കെ ആയിട്ടോ. എന്നാലും ഒത്തിരി അവരുടെ സന്തോഷം, അല്ലെങ്കിൽ അവർക്കൊരു പ്രൗഡാണ് ഇങ്ങനെയൊക്കെ വരച്ച് കൊണ്ടുപോയി ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും തോന്നാറ്. എല്ലാം കഴിഞ്ഞൊരു 12:30 ഞങ്ങൾ കിടന്നപ്പം. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓരോരോ വീഡിയോസ് ഇടുന്നതിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട് അല്ലേ, ഇപ്പം പണ്ടത്തേലും കൂടുതൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്